ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത് ബാങ്ക് ഓഫ് ബറോഡ ഇന്ത്യയിലാകമാനം 500-ലധികം തൊഴിലവസരങ്ങളിലേക്ക് അവരുടെ ഓഫീസ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ പ്യൂൺ എന്ന വേക്കൻസിയിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട്. ഇതിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾക്കും അപേക്ഷിക്കാവുന്നതാണ്. കേരളത്തിലും ഇഷ്ടംപോലെ വേക്കൻസികൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഇതിനെങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക, കാരണം ഒരു സ്റ്റെപ്പ് മിസ്സായാൽ കൂടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഓൾറെഡി ഇതിനൊക്കെ അപ്ലൈ ചെയ്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കാണേണ്ടതില്ല. അപ്പോൾ അപ്ലൈ ചെയ്യാത്തവർ, അതുപോലെ ഇങ്ങനെയുള്ള ജോബുകൾ നോക്കുന്നവർ, അങ്ങനത്തെ ആളുകൾക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കുക. ജോബ് അന്വേഷിക്കുന്ന ആളുകൾക്ക് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഇന്റർഫേസ് കിട്ടും. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ബാങ്ക് ഓഫ് ബറോഡയിൽ ഇന്ത്യയിലാകമാനം ഏകദേശം 500-ലധികം അവസരങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഈ ഒരു പേജിലാണ് നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം ഉള്ളത്. ഈ ഒരു പേജിന്റെ ലിങ്ക്, ഈ ഒരു വെബ്സൈറ്റിന്റെ ഈ ഒരു ഡയറക്റ്റ് അപ്ലൈ ലിങ്ക് വേണ്ടവർ ജസ്റ്റ് ജോബ് എന്ന് കമന്റ് ചെയ്താൽ ഞാൻ ഓരോരുത്തർക്കും ലിങ്ക് അയച്ചിടാം. അപ്പോൾ ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജിലെത്തും. ഈ ഒരു പേജിലെത്തിയതിനു ശേഷം നമ്മളിങ്ങനെ താഴോട്ട് വരുമ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബാങ്ക് ഓഫ് ബറോഡ ഓഫീസ് അസിസ്റ്റന്റ് റിക്രൂട്ട്മെന്റ് 2025. അപ്ലൈ ഓൺലൈൻ ഫോർ ലേറ്റസ്റ്റ് 500 ഓഫീസ് അസിസ്റ്റന്റ് ഓർ പ്യൂൺ വേക്കൻസീസ്. അപ്പോൾ ഓഫീസ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ പ്യൂൺ എന്ന വേക്കൻസിയിലേക്ക് 500 വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. 2025 ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷനിൽ ഒന്നാണ്. അതിൽ പറയുന്ന കാര്യങ്ങൾ ബാങ്ക് ഓഫ് ബറോഡ ഇത് തന്നെയാണ് ആ മേലെ കൊടുത്ത ഹെഡിങ്. ആ ഹെഡിങ് ഒന്ന് എളുപ്പത്തിൽ കൊടുത്തതേ ഉള്ളൂ. 500 വേക്കൻസീസ് ഉണ്ട് ഇന്ത്യയിലാകമാനം. നോട്ടിഫിക്കേഷൻ 2025 ഒന്നാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ ഇവിടെ വളരെ ചുരുക്കിയിട്ട കാര്യങ്ങൾ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. റിക്രൂട്ടിംഗ് ഓർഗനൈസേഷൻ പറയുന്നത് ബാങ്ക് ഓഫ് ബറോഡ. പോസ്റ്റ് നെയിം ഓഫീസ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ പ്യൂൺ. നമ്പർ ഓഫ് വേക്കൻസീസ് 500. കാറ്റഗറി ബാങ്ക് ജോബ്സ് 2025 ഫ്രീ ജോബ് അലർട്ട്. ഇത് ജസ്റ്റ് കൊടുത്തുള്ളൂ. മോഡ് ഓഫ് അപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് മാത്രമേ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്ലിക്കേഷന്റെ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തത് 3 മെയ് ആണ്. അപ്പോൾ ഏകദേശം ഒരുപാട് ദിവസങ്ങൾ മുമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ വരുന്നത് 23 മെയ് ആണ്. അപ്പൊ 23 മെയ്ക്ക് ശേഷം ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് ബാക്ക് അടിച്ച് പോവുക. കാരണം 23 മെയ് കഴിഞ്ഞ് ഇതിന് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. ഇവിടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പറയുന്നത് ബാങ്ക് ഓഫ് ബറോഡ .in ആണ്. തൽക്കാലം അതിൽ ക്ലിക്ക് ചെയ്യുന്നില്ല. നമുക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. പിന്നെ അവർ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നുണ്ട്. ഈ ഒരു വേക്കൻസിക്കുള്ള ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് പാസ്ഡ് 10th സ്റ്റാൻഡേർഡ്, അതായത് SLC പാസ്സായ ആളുകളായിരിക്കണം. പിന്നെ ഏജ് ലിമിറ്റ് പറയുന്നുണ്ട്. മിനിമം 18 ഇയേഴ്സ്, മിനിമം 18 വയസ്സ്, മാക്സിമം 26 വയസ്സ്. അപ്പൊ 26 വയസ്സിന്റെ മേലെ ഉള്ള ആളുകൾ ഈ ഒരു പോയിന്റ് വെച്ചിട്ട് നിർത്തണം ഞാൻ പറയുന്നില്ല. കാരണം ഇവിടെ ഏജ് റിലാക്സേഷൻ എന്നൊരു പോയിന്റ് ഉണ്ട്. നമ്മളുടെ എല്ലാ ഗവൺമെന്റ് അല്ലെങ്കിൽ ബാങ്കിങ് ജോബുകൾക്കും കാണാറുണ്ട്. അപ്പോൾ ഗവൺമെന്റ് റൂൾ അനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ എത്രയെന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കാം. മേ ബി 30 വയസ്സ് വരെയൊക്കെ ചില പ്രത്യേക ജാതിയിലുള്ള ആളുകൾക്ക് പറ്റുന്നുണ്ടാവും. ഓരോ ജാതികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചില കാസ്റ്റിലുള്ള ആളുകൾക്ക് ഭയങ്കര ഏജ് ലിമിറ്റ് കിട്ടും. അപ്പോൾ താഴോട്ട് വരുമ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇന്ത്യയിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ എത്ര വേക്കൻസികൾ ഉണ്ടെന്നാണ് അവിടെ കാണിക്കുന്നത്. UP ഏകദേശം 83 പോസ്റ്റുകളുണ്ട്, ഗുജറാത്ത് 80, ഇങ്ങനെ ഓരോ സ്ഥലത്തും കാണിക്കുന്നുണ്ട്. കേരള 19 പോസ്റ്റ് കാണിക്കുന്നുണ്ട്. അതാണ് ഒരു ഏകദേശ രൂപം. ഇത് ജസ്റ്റ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ ചില വേക്കൻസികൾ SC/STക്കൊക്കെ റിസർവ് ചെയ്തിട്ടുണ്ടാവും എന്നും പറയുന്നുണ്ട്. പിന്നെ അവർ പറയുന്നത് എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ഈ സ്റ്റെപ്സ് നോക്കിയാൽ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. നിങ്ങളിതൊന്ന് നോക്കി വെക്കുക. ഈ ഒരു വെബ്സൈറ്റ് കയറുന്ന സമയത്ത് ഞാൻ ഒന്നുകൂടെ സ്പീഡായിട്ട് പോകുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻ്റ് ഡേറ്റുകൾ പറയുന്നുണ്ട്. അവർ പറയുന്ന സെലക്ഷൻ പ്രോസസ് ആണ് പറയുന്നത്. അതായത് അപ്ലിക്കേഷൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും, പിന്നെ നെക്സ്റ്റ് റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഇന്റർവ്യൂ ഉണ്ടാവും, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും, പിന്നെ ഫൈനൽ അപ്പോയിന്റ്മെന്റ്. ഇത്രയും പ്രോസസ്സാണ് ഈ ഒരു ഈ ഒരു ജോബിനുള്ളത്. പിന്നെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഇതിന് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. 10th ക്ലാസ് മാർക്ക് ഷീറ്റ് വേണം, പാസ്സായെന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഗവൺമെന്റ് ഇഷ്യൂഡ് ID പ്രൂഫ്, ആധാർ ഓർ വോട്ടർ ID ഒക്കെ കാണിക്കുന്നുണ്ട്. ഞാനെപ്പോഴും പ്രിഫർ ചെയ്യുക വോട്ടർ ID ആയിരിക്കും. കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഇത് മെയിനായിട്ട് ഇവർക്ക് കുറെ ഏജ് റിലാക്സേഷനും കാര്യങ്ങളും പിന്നെ അതുപോലെ റിസർവേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എന്തായാലും ഈ ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. പിന്നെ റീസെന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഒരുപാട് മുന്നേ ഉള്ള ഫോട്ടോഗ്രാഫുകളൊന്നും നമ്മൾ ഇതിന് യൂസ് ചെയ്യരുത്. കുറച്ചൊക്കെ പുതിയത് യൂസ് ചെയ്യാം.
സിഗ്നേച്ചർ ഫോർമാറ്റ് പറയുന്നുണ്ട്, പിന്നെ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് പറയുന്നുണ്ട്. നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഞാൻ ഭയങ്കര ലെങ്തി ആക്കുന്നില്ല വീഡിയോ. പിന്നെ എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു ജോബിന് അപ്ലൈ ചെയ്യണം, കുറെ എന്താ പറയാ ഭയങ്കര സെറ്റപ്പ് ആണെന്നൊക്കെ പറയുന്നുണ്ടാവും. പെർമനന്റ് ഗവൺമെന്റ് ജോബാണ് കിട്ടുക, എക്സ്റ്റൻഡ് ജോബ് സെക്യൂരിറ്റി, സാലറി ഉണ്ടാവും. അതൊക്കെ സത്യം തന്നെയാണ്. കാരണം നമുക്കറിയാലോ ഗവൺമെന്റ് ജോലിന്റെ താഴെയാകുമ്പോൾ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്, നോട്ടിഫിക്കേഷൻ എന്നും അപ്ലൈ നൗ എന്നുള്ള 2 ബട്ടൺസ് ഉണ്ട്. ഈ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എത്താൻ പോകുന്നത് ഈ ബാങ്ക് ഓഫ് ബറോഡ ഒഫീഷ്യലായിട്ട് പുറത്തിറക്കിയ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട്. അത് ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. നെറ്റ് ഒന്ന് സ്ലോ ആയിട്ട് ആ ഒരു ബട്ടൺ വരുന്നില്ല. ഈ ഒരു അപ്ലൈ നൗ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഏരിയയിലേക്ക് എത്തും. അതായത് ഇത് അപ്ലൈ ചെയ്യേണ്ട ഏരിയയിലേക്ക് എത്തും. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഏകദേശം നോട്ടിഫിക്കേഷൻ ലോഡ് ആയിരുന്നില്ല, നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള പേജ് ലോഡ് ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പേജാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട പേജ്. ഈ ഒരു പേജിൽ ഇതിന് മുന്നേ ഞാൻ പറയാനുള്ള മെയിൻ കാരണം, നിങ്ങൾ ഇങ്ങനെയൊക്കെ കുറെ പരസ്യങ്ങൾ കാണും, ഈ അപ്ലൈ നൗ, അതുപോലെ ഇവിടെ കുറെ അപ്ലൈ നൗ ഇതൊക്കെ കാണും. ഇതിലൊന്നും ക്ലിക്ക് ചെയ്യരുത്. ഇതിലൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും എത്തും. ഇതൊക്കെ ഗൂഗിളിന്റെ ഓട്ടോമേറ്റഡ് ആഡ്സ് ആണ്, അതിലൊന്നും ക്ലിക്ക് ചെയ്യരുത്. വീണ്ടും ഈ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഇതെന്തോ ഒരു ടെക്നിക്കൽ എറർ ആയിട്ട് ലോഡ് ആയിട്ടില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ലോഡ് ആയിക്കോളും. പിന്നെ ഇവിടെ പറയുന്നുണ്ട്, നമ്മൾ ഓൾറെഡി മുന്നേ ഇത് രജിസ്റ്റർ ചെയ്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ഒരു രജിസ്റ്റർ നമ്പറും പാസ്വേഡ് എൻ്റർ ചെയ്തിട്ട് ഈ ഒരു കോഡ് ഇവിടെ സെക്യൂരിറ്റി കോഡ് ടൈപ്പ് ചെയ്തതിനു ശേഷം സബ്മിറ്റ് അടിച്ചിട്ട് തുടർന്ന് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതല്ല ആദ്യമായിട്ട് ഈ ഒരു ബാങ്ക് ഓഫ് ബറോഡ ജോബിന് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ പോയിട്ട് ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നൊരു സംഭവം എടുക്കണം. എന്നിട്ട് ഈ ഒരു ഫോം ഫില്ല് ചെയ്യണം. ഇത് ഫില്ല് ചെയ്തതിനു ശേഷം ബാക്കിലോട്ട് വന്നിട്ട് നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതൊരു എറർ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് നേരത്തെ കണ്ട ഒരു ഞാൻ ബാക്കിലോട്ട് അടിച്ചു കഴിഞ്ഞാൽ എന്ത് എറർ കാണിക്കുന്നുണ്ട്, ഒരു എളുപ്പത്തിന് ഇങ്ങനെ എടുക്കാം. അപ്പൊ ഈ ഒരു ഇവിടെ വന്നിട്ട്, അതായത് ഇവിടെ നിന്ന് രജിസ്റ്റർ ചെയ്തതിനു ശേഷം തിരിച്ചിവിടെ വന്നിട്ട് ആ രജിസ്റ്റർ ചെയ്ത രജിസ്റ്റർ നമ്പറും പാസ്വേഡും ഇവിടെ അടിച്ചതിനു ശേഷം നിങ്ങൾക്ക് ലോഗിൻ ആവും. എന്നിട്ട് അപ്ലൈ ആവുന്നതാണ്. അപ്പൊ അത്ര മാത്രമേ ഉള്ളൂ. ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാനത് പറഞ്ഞു തന്നുകൊണ്ട് ചിലപ്പോൾ 4-5 മിനിറ്റ് എടുത്തേക്കാം. ചെയ്യുന്ന സമയത്ത് 2-3 മിനിറ്റ് കൊണ്ട് നല്ല നെറ്റ്വർക്ക് ആണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, മെയ് 23 വരെ മാത്രമേ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. പിന്നെ എനിക്കിവിടെ ലോഡ് ആവാത്ത ഈ ഒരു എന്താ പറയാ ഒരു PDF ഉണ്ട് നോട്ടിഫിക്കേഷന്റെ, നിങ്ങൾക്ക് അത് ലോഡ് ആവുന്നുണ്ടോ നോക്കുക. അതിൽ ഭയങ്കര ഡീറ്റെയിൽഡ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഇതുപോലുള്ള ജോബ് ഇൻഫർമേഷൻസ് എപ്പോഴും കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.